ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളൊരു പഴയ ബക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വെള്ളമൊക്കെ പിടിക്കുന്ന ബക്കറ്റില്ലേ, ആ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് വീതിയായിട്ട് നിൽക്കുന്നതിൻ്റെ ടോപ്പ് ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കളയണ്ട, അതവിടെ എടുത്ത് വെക്കുക. എൻ്റെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരേ ലെവൽ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സ്കെയിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് താഴേന്ന് മുകളിലോട്ട് എല്ലാ ലെങ്ത്തും ഒരേപോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഫെവിക്കോൾ നമുക്ക് ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലോത്ത് എടുക്കുക. നമുക്ക് പഴയ മുണ്ട് അതൊക്കെ മതി കേട്ടോ. അതെടുത്തിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെയിലി നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറച്ച് താഴോട്ടും എക്സസ് ആയിട്ടും കുറച്ച് മുകളിലോട്ടും എക്സസ് ആക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കറക്റ്റായിട്ട് കുറച്ച് ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചുളിവും കുറച്ച് കുറഞ്ഞു കിട്ടും കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എക്സസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗം ബാക്ക് സൈഡിൽ കുറച്ച് കൂടുതലാണ് ക്ലോത്ത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കുറച്ച് മതി അവിടെ. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ടത് ചുളിവൊന്നും ഇല്ലാതെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഇവിടെ കുറച്ച് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ കട്ട് ചെയ്ത പീസസ് എല്ലാം ഇങ്ങനെ വലിച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം എല്ലാം ഒട്ടിച്ചിട്ട് വീണ്ടും അവിടെ ഒരു പീസ് ക്ലോത്തും കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉള്ളിൽ നമ്മളൊരു ചെറിയ പീസ് ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഓൾറെഡി എക്സസ് ആക്കി എടുത്തത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അഭംഗിയായിട്ട് ഇരിക്കും അത് കാണാനായിട്ട്. അതുകൊണ്ട് അത് കവർ ചെയ്യാനാണ് ഒട്ടിക്കുന്നത്. പിന്നെ അത് ഉള്ളിലും ഒരു റൗണ്ട് പീസും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയ അമ്മാമ്മമാരുടെ മുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ വൈറ്റ് മുണ്ടുകൾ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം എന്താ ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്കെയിൽ വീതിയിൽ നമ്മളിങ്ങനെ ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ തിക്നെസ്സിൽ കൊടുത്താൽ മതി കേട്ടോ. അധികം ഡാർക്കാക്കി കൊടുക്കരുത് കേട്ടോ. അതിനുശേഷം ഓരോ ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഓരോ ലൈൻ ഇടവിട്ടിട്ടാണ് നമ്മൾ ഒരു കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലെമൺ യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ കളർ മാറ്റി കേട്ടോ. പിന്നെ ആ ലെമൺ യെല്ലോയുടെ നടുവിൽ ഗ്രേ കളർ, ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് യെല്ലോ ആൻഡ് ഗ്രേ ആ ഒരു കോമ്പിനേഷനാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ലെമൺ യെല്ലോക്കാളും നല്ലത് നമുക്ക് ഗോൾഡൻ യെല്ലോ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക, ഈ ഒരു ലെവലിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടും കൊടുക്കുക. അതിൽ നമ്മൾ ഈ ഒരു ഗ്രേ കളർ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ഗ്രേ ഒരെണ്ണം യെല്ലോ അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിതിനെ ചെയ്തെടുക്കുക. ഇതാക്കണ്ടോ, ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൂളാണ്. അപ്പോൾ ഈ ഒരു കളർ വൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്തൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല. നമ്മൾ ടേസൽസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു 25 വൂള് ഞാൻ ടൈംസ് ഇങ്ങനെ ചുറ്റിയിട്ടാണ് കെട്ടിയെടുക്കുന്നത്. ഇതേപോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു ത്രെഡ് ഇതേപോലെ എടുത്ത് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബോൾ വെച്ച പോലത്തെ ഒരു എഫക്റ്റ് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ നമ്മൾ 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മടക്കുകളൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് കട്ട് ചെയ്ത് എല്ലാതും ഒന്ന് ലെവലായത് കൊടുക്കാം. അപ്പോൾ എല്ലാ വൂളുകളും ഒരേപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് അയൺ ബോക്സ് എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വൂള് ഇങ്ങനെ വലിഞ്ഞൊക്കെ നിൽക്കില്ലേ, അതൊന്നും ഇല്ലാതിരിക്കാനാണ്. നല്ല ചൂടിൽ തന്നെ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ നമുക്ക് അടിപൊളി ടെസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് ഗ്ലൂ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ലൈൻ ഉണ്ടല്ലോ അത് ഉള്ളിലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിലാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടെസൽസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ കളറുകളും 4 കളർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 4 കളറും വയ്ക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരേപോലത്തെ കളേഴ്സ് ആദ്യം വെച്ച് പിന്നെ വയ്ക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയാണ് ഭംഗി തോന്നുന്നത് വെച്ചാൽ അങ്ങനെ. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരേ ലെങ്ത് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. നമ്മളിതാ ഒരു ലെമൺ യെല്ലോ മാറ്റി ഗോൾഡൻ യെല്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്.
എല്ലാ ഭാഗം സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതാ കണ്ടോ, വൂളിപ്പോൾ ഇതേപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൂൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ളിൽ ഒട്ടിച്ച് ക്ലോത്ത് ഉണ്ടല്ലോ അത് ഒട്ടിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാ ബാക്കിൽ ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മളൊരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ലാമ്പ് ഇതേപോലെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൾബ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു സ്ക്രൂ ഉണ്ടാവില്ലേ അവിടെ, അതൊന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വയറിൻ്റെ ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ടാവും, അത് അതിലോട്ട് വെച്ചിട്ട് ഒന്ന് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ബൾബ് ഇതേപോലെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ബൾബ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലും ഒരു കെട്ടിട്ട് കൊടുക്കണം, നമുക്ക് ആ ബൾബ് അധികം വലിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാമ്പ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കി നമ്മുടെ ലാമ്പ് അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഫുൾ വീട്ടിൽ മറ്റു വെളിച്ചത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോഴാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലും എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ട് വെക്കും. പഴയ ബക്കറ്റാണെന്ന് ആരും പറയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.